തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനേ യേശുവേ, പ്രൈസ് ദി ലോർഡ്. മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറയുമ്പോഴാണല്ലോ ലോകത്തിൻ്റെ മോഹങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിച്ച് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ലോകവും അതിൻ്റെ ആശകളും എല്ലാം കടന്നു പോകുന്നെന്നും അങ്ങയുടെ ഹിതം നിറവേറ്റുന്നവർ മാത്രമേ എന്നേക്കും ജീവിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകുവാൻ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ചേർന്ന ദാഹത്തോടെ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിലേക്ക് നിറയണമേ, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, ആഗ്രഹത്തോടെ കവിഞ്ഞൊഴുകണമേ, ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ അങ്ങ് നിറയണമേ. ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ. ആത്മാവേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആത്മാവേ, കവിഞ്ഞൊഴുകണമേ. സ്നേഹത്തോടും ദാഹത്തോടും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ അങ്ങ് നിറയണമേ. ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ. ഓ പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ആത്മാവേ, കവിഞ്ഞൊഴുകണമേ. ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിലേക്ക് നിറയട്ടെ. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആത്മാവ് ഞങ്ങളിലേക്ക് വർഷിക്കണമേ ദൈവമേ, ഞങ്ങളെ ഉണർത്തണമേ ദൈവമേ, അഭിഷേകം ചെയ്യണമേ ദൈവമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് അങ്ങ് വ്യാപരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളെ തലോടണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ കുടികൊള്ളുകയില്ല. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. വ്യക്തമായിട്ടുള്ള ഭാഷയിൽ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നീ ലോകത്തെ സ്നേഹിക്കരുത്, അതിലുള്ള വസ്തുക്കളെ നീ സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയൊക്കെ സ്നേഹിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തി, പേര് ഫ്രാൻസിസ് എന്നാണ്. അദ്ദേഹം പാരീസ് സർവകലാശാലയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ധാരാളം സമ്പത്തും ധാരാളം സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു കുറവ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതാബോധം, ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സ്നേഹത്തിൻ്റെ കുറവ് അദ്ദേഹം അനുഭവിച്ചു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കടൽ തീരത്തേക്ക് പോയി തിരമാലകളെ ഉറ്റുനോക്കി കല്ലുകളൊക്കെ തിരമാലകളിലേക്ക് പറക്കിയെറിഞ്ഞ് രസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സ്വല്പം ആശ്വാസം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തിൻ്റെയോ വലിയൊരു കുറവ്, ഒരു ശൂന്യതാബോധം അദ്ദേഹം അനുഭവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് ഒരു
ഒറ്റക്കാലൻ ഞൊണ്ടി വന്ന് ഫ്രാൻസിസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു ചോദ്യം ചോദിച്ചു. ഫ്രാൻസിസേ, നീ ഈ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് ഫലം? ദൈവത്തിൻ്റെ വചനമായിരുന്നു അത്. മത്തായി സുവിശേഷത്തിൻ്റെ 16-26 ഈ വാക്യം ഫ്രാൻസിസിൻ്റെ ചങ്കിലേക്ക് ഒരു ചാട്ടുളി പോലെ തുളച്ചു കയറി. ഫ്രാൻസിസേ, നീ ഈ ലോകം മുഴുവനും നേടിയാലും ലോകത്തിലെ സമ്പത്തോ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളോ ഒക്കെ നീ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് ഫലം? ഫ്രാൻസിസിൽ വലിയൊരു മാറ്റമുണ്ടായി. ഫ്രാൻസിസിൽ ഒരു വ്യത്യാസം ഉണ്ടായി. ദൈവത്തിൻ്റെ വചനം ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞു. ലോകത്തിൻ്റെ സ്നേഹം അവനിൽ നിറഞ്ഞാൽ ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന് ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞപ്പോൾ ഫ്രാൻസിസ് ലോകത്തിൻ്റെ സുഖങ്ങളെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് ആരംഭിച്ചു. വലിയൊരു മിഷനറിയായിട്ട് മാറി, വലിയ വിശുദ്ധനായിട്ട് മാറി. അദ്ദേഹം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ എന്ന പേരിൽ ഇന്നും സഭ അദ്ദേഹത്തെ വണങ്ങി വാഴ്ത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ലോകത്തിൻ്റെ 3 കാര്യങ്ങൾ. ജഡത്തിൻ്റെ ദുരാശയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കണ്ണുകളുടെ ദുരാശയാണ്. മൂന്നാമത്തെ കാര്യം ജീവിതത്തിൻ്റെ അഹന്തയാണ്. ഈ 3 കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ വന്നാൽ അവൻ അല്ലെങ്കിൽ അവൾക്കൊരിക്കലും ദൈവത്തിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുകയില്ല. ജഡത്തിൻ്റെ ദുരാശ. പ്രിയപ്പെട്ടവരെ, ജഡത്തിന് പലതരത്തിലുള്ള ദുരാശയുണ്ട്. ലൈംഗികപരമായിട്ടുള്ള ചില ആസക്തികൾ, ചില പാപത്തിൻ്റെ ബന്ധനങ്ങൾ, അതുപോലെ തന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ ആസക്തികൾ. ഇങ്ങനെ ജഡത്തിൻ്റെ പലതരത്തിലുള്ള ദുരാശ ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ അവന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുകയില്ല. ധാരാളം ആളുകളുടെ വേറൊരു പ്രശ്നമാണ് ഈ കണ്ണുകളുടെ ദുരാശ. കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അശുദ്ധമായ സിനിമകളുടെ പുറകെ പോകുന്നു, ചീത്തയായുള്ള രീതിയിൽ നോക്കുന്നു, ഒളിഞ്ഞു നോട്ടം തുടങ്ങി പലതരത്തിലുള്ള കണ്ണുകളുടെ ദുരാശയിൽപ്പെടുന്ന ഒരു വ്യക്തിക്ക് പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുകയില്ല. വീണ്ടും പറയുന്നു, ജീവിതത്തിൻ്റെ അഹന്ത. ദൈവം തന്ന ദാനങ്ങൾ ദൈവദാനങ്ങളാണെന്ന് തിരിച്ചറിയാതെ അഹങ്കരിക്കുക. കഴിവിലും സമ്പത്തിലും സൗന്ദര്യത്തിലും അഹങ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുകയില്ല. വീണ്ടും യോഹന്നാൻ പറയുകയാണ്, ഈ ലോകവും അതിൻ്റെ എല്ലാ മോഹങ്ങളും കടന്നു പോകും. ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും മോഹങ്ങളും എല്ലാം കടന്നു പോകുന്നവയാണ്. കടന്നു പോകാത്തത് ഒരേ ഒരു കാര്യം, ദൈവഹിതം നിറവേറ്റുന്നവനാകട്ടെ അവൻ എന്നേക്കും ജീവിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ആഗ്രഹിച്ച് അതിനൊന്നാം സ്ഥാനം കൊടുക്കുന്നവൻ അവൻ അല്ലെങ്കിൽ അവൾ എന്നേക്കും ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ യോഹന്നാൻ ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ യാക്കോബ് ശ്ലീഹ ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ഒരു വ്യക്തി അവൻ ലോകത്തെ സ്നേഹിച്ചാൽ അവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. അപ്പം ഞാൻ ലോകത്തെ സ്നേഹിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ലോകത്തോട് വിട പറയാൻ, യേശുവിൻ്റെ പുറകെ പോകാൻ, ലോകത്തിൻ്റെ അശുദ്ധിയും ലോകത്തിൻ്റെ സുഖങ്ങളും ലോകത്തിൻ്റെ മോഹങ്ങളും വെറുത്തുപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു വലിയ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് മിത്രമാകാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടി ലോകത്തോട് വിട പറയാനുള്ള ഒരു പുത്തൻ അഭിഷേകം നമുക്ക് ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം വേണം, എനിക്ക് പിതാവിൻ്റെ സ്നേഹം വേണം, അതുകൊണ്ട് ഞാൻ ലോകത്തെ വെറുത്തുപേക്ഷിക്കും, ലോകത്തിൻ്റെ സ്നേഹം എനിക്ക് വേണ്ട, ഒരു തീരുമാനം നമുക്കെടുക്കാം. അതുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ലോകത്തിൻ്റെ സ്നേഹത്തെക്കാൾ അപ്പുറം നിൻ്റെ വലിയ സ്നേഹം കൊണ്ട് നിറയപ്പെടാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പുത്തൻ അഭിഷേകം, അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹത്തിൻ്റെ പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ലോകത്തോട് വിട പറയാൻ, ലോകത്തിൻ്റെ മോഹങ്ങളോട് വിട പറയാൻ, അതെല്ലാം നശ്വരമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അങ്ങ് തുറക്കണമേ ദൈവമേ.
ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ ദൈവമേ. ലോകത്തോട് വിട പറഞ്ഞ് നിന്നോട് ചേർന്നിരുന്ന് നിന്റെ വലിയ സ്നേഹം കൊണ്ട് നുകരാൻ, നിന്റെ വലിയ സ്നേഹത്തിലായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിലേക്ക് നിറയണമേ. സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. വലിയ ആഗ്രഹത്തോടും ഒത്തിരി തീഷ്ണതയോടും കൂടെ ഓ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. ശക്തിയോടെ നിറഞ്ഞു കവിയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ ആത്മാവേ. കവിഞ്ഞൊഴുകണമേ ആത്മാവേ. അഭിഷേകം നമ്മളിലേക്ക് നിറയണം. ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ഉണർവ് നമുക്കുണ്ടാകട്ടെ. ലോകത്തോട് വിട പറയാൻ അഭിഷേകം നമുക്കുണ്ടാകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണമേ ആത്മാവേ. ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങനെ ആത്മാവ് ഞങ്ങളിലേക്ക് വർഷിച്ച് ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ ശക്തിപ്പെടുത്തി, ഞങ്ങളെ ഉണർത്തി, ഞങ്ങൾക്കൊരു പുത്തൻ അഭിഷേകം, പുതിയ ചൈതന്യം നൽകണമേ. ലോകത്തോട് വിട പറയാൻ, ലോകത്തിന്റെ മോഹങ്ങൾ വേണ്ട എന്ന് വെക്കാൻ, യേശുവിന്റെ പുറകെ, പിതാവിന്റെ പുറകെ കടന്നു വരാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. ബലത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ ഉണർത്തണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ലോകത്തോട് വിട പറയാൻ ഞങ്ങൾക്ക് അനുഗ്രഹം, അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മറനാഥാ. സ്വർഗത്തിൽ മഹത്വ പ്രതാപത്തോടെ എഴുന്നള്ളിയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണാം. ഈ നിമിഷങ്ങളിൽ ഭക്തിപൂർവം കരങ്ങൾ കൂപ്പി സഭയോട് ചേർന്ന്, സകല വിശുദ്ധരോടും ചേർന്ന് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനായി എൻ്റെ യേശു മാറത്തു പൊൻകച്ചയണിഞ്ഞു മഹത്വത്തിൻ്റെ കർത്താവ് വാഴും യേശുവേ. സ്വർഗത്തിൽ പ്രതാപവാനായി വസിക്കുന്ന ഈശോ ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനായി യേശുവേ മാറത്തു പൊൻകച്ചയണിഞ്ഞു വാഴും യേശുവേ. ആദ്യനും യേശുവിനെ ആരാധിക്കാം. അന്ത്യനും നീ മാത്രമേ യേശുവേ. യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേ യേശുവേ. ഹൃദയം കൊണ്ട് യേശുവിനെ ആരാധിക്കുന്നു. ആരാധന ആരാധന യേശുവേ. ആരാധന മാലാഖമാരോട് ചേർന്ന് ആരാധിക്കുന്നു. ആരാധന കർത്താവേ ആരാധന. ആരാധന രണ്ട് കരങ്ങൾ ഉയർത്തി ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്വർഗ്ഗവാസികളോട് ചേർന്ന് ഞങ്ങളെ ആരാധിക്കുന്നു. വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളെ ആരാധിക്കുന്നു. സകല ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കുന്നു. സഭയോട് ചേർന്ന് ആരാധിക്കുന്നു. കർത്താവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ എന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ മോഹങ്ങളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു. ഇനി അങ്ങയുടെ തിരുഹിതം അന്വേഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ.
എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ യേശുവേ, നിന്റെ ഹിതത്തിൻ നടുവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എൻ്റെ യേശുവേ, നിന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടന്നേശുവേ. നിന്റെ ഹിതത്തിൻ നടുവിൽ അങ്ങയുടെ ഇഷ്ടം, ഞാൻ പ്രശോഭിക്കട്ടെ. അങ്ങയുടെ ഇഷ്ടം പൂർത്തിയാക്കി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേ യേശുവേ. ആരാധന ആരാധന, ആരാധന ഈ നിമിഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള അത്ഭുത പാപ വിടുതൽ ഈ സമൂഹത്തിൽ ദൈവം നൽകുകയാണ്. മകനെ, മകളെ ഹൃദയം നുറുങ്ങി അനുഭവിക്കുക, പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൻ്റെ വേദനകൾ, പാപത്തിൻ്റെ നൊമ്പരങ്ങൾ, ആത്മാവിൻ്റെ നെടുവീർപ്പുകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിടുതലിനായി ആഗ്രഹിക്കുക. ഈ നിമിഷങ്ങളിൽ അത്ഭുത വിടുതലുണ്ട്. ദുശീലങ്ങളിൽ നിന്ന് മോചനമുണ്ട്. അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങളിൽ നിന്ന് സൗഖ്യമുണ്ട്. പാപമോർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവേ, ആദ്യനും അന്തിനുമായ എൻ്റെ യേശുവേ, എൻ്റെ രക്ഷിതാവും കർത്താവുമായ എൻ്റെ യേശുവേ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ സ്വന്തം സ്വാർത്ഥതയനുസരിച്ച് തന്നിഷ്ടത്തിന് നടന്നൊരു തോന്നിവാസിയായ മകളാണ് ഞാൻ. ഇന്ന് ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, എൻ്റെ സ്വാർത്ഥത, തന്നിഷ്ടം, ലോകമോഹങ്ങൾ, ഏകാധിപത്യ സ്വഭാവം, മർക്കടമുഷി സ്വഭാവം, പിടിവാശി, ദുർവാശി, മദ്യപാനം, മധുരോത്സവം, ജഡപ്രകാരമുള്ള എൻ്റെ ജീവിതം വഴി എൻ്റെ പ്രാർത്ഥന പോലും നിലച്ച് ഞാനൊന്നും മരവിച്ചൊരു മനുഷ്യനാണ്. എൻ്റെ യേശുവേ, എന്നെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ, തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. യേശുവേ, സ്നേഹബന്ധങ്ങൾ തകർന്നിടുന്നു. നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എൻ സ്വാർത്ഥമോഹങ്ങളാലേ സ്നേഹബന്ധങ്ങൾ തകർന്നിടുന്നു. പ്രാർത്ഥന പോലും പോയി പൂർണ്ണമായി നിന്നിൽ നിന്നകന്നു പോയി. പ്രാർത്ഥന പോലും പോയി പൂർണ്ണമായി നിന്നിൽ നിന്നകന്നു പോയി. എങ്കിലും യേശുവേ, അഭിഷേകം നൽകണമേ. ഉറക്കെ വിളിക്കുക, യേശുവേ.
കർത്താവേ, എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ അടിയറ വെക്കുന്നു. അങ്ങയുടെ ഒരു മകനായി അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നൊരു പൈതലായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടന്നേശുവേ, നിന്റെ ഹിതത്തിൻ നടുവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടന്നേശുവേ, നിന്റെ ഹിതത്തിൻ നടുവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ആരാധന Hallelujah, Maranatha. എൻ്റെ പേര് സിസ്റ്റർ ഷേബ. മൂവാറ്റുപുഴ സൈഡിൽ നിന്ന് ഞാൻ വരുന്നു. ഞാൻ ഒരു മാസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഈ ഒരു മാസം എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞ ആളാണ്. അപ്പോൾ ഞാൻ ബെൽറ്റും കെട്ടിക്കൊണ്ടാണ് ഇവിടെ വന്നത്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ 30-ാം തീയതി വരെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കരുത് എന്നാണ് എനിക്ക് എന്ന നിർദ്ദേശം. ഞാൻ വന്ന ദിവസം മുതൽ ഞാൻ അച്ഛൻ പറയുന്നതനുസരിച്ച് അവിടെ ഡാൻസ് ചെയ്യും ഒക്കെ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം അച്ഛൻ ഇവിടെ നിന്ന് പറഞ്ഞു, ആണുങ്ങളെല്ലാം നന്നായി കളിക്കുന്നു, പെൺപിള്ളേർക്ക് ഒരു ചൂടും ഇല്ലെന്ന്. കർത്താവെ, എങ്ങനെ കളിക്കും, നീയാണ് ഈ ശരീരം മുഴുവൻ ബെൽറ്റ് കൊണ്ട് മുറുക്കിയേക്കുവാണെന്ന്. അങ്ങനെ അച്ഛൻ പറഞ്ഞു പോയി. ബാബു ബ്രദർ ഇങ്ങോട്ട് കയറി വരും. എനിക്കിത് ശരീരം മുഴുവൻ ഭയങ്കര ഉഷ്ണവും ഒക്കെയായി. ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ എൻ്റെ ശരീരത്തിലെ ബെൽറ്റെല്ലാം ഊരി എൻ്റെ കസേരയുടെ പുറകെ വെച്ചു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ എനിക്ക് കാല് മടങ്ങത്തില്ലായിരുന്നു, കാല് പൊക്കാൻ പറ്റില്ല. കുമ്പസാരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വാശിയുണ്ടായിരുന്നു. ഈ അട്ടപ്പാടി ധ്യാന കേന്ദ്രം, ഞാൻ ധ്യാന ടീമിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്ററാണ്. അപ്പം ഇവിടെ വന്ന് ആരാധനയെ കുമ്പസാരം കഴിഞ്ഞ ശേഷം ഞാൻ മടക്കുള്ളൂ എന്ന്. ഞാൻ കുമ്പസാരം കഴിഞ്ഞ് നേരെ ആ താഴത്തെ പള്ളിയിൽ പോയി ഞാനിങ്ങനെ ഇരുന്നു. എൻ്റെ കാല് മടങ്ങി ചമ്പ്രം മടങ്ങി എനിക്ക് പിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര നാളായി കാല് മടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എനിക്ക് വർഷങ്ങളായിട്ട് നടുവേദനയുള്ളതാണ്. പെട്ടെന്ന് ഞാൻ വീണ കാല് മടങ്ങിയിട്ട് ഇപ്പോൾ 2-3 മാസമായി. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങളായിട്ട് നടുവേദന ഉണ്ടായിരുന്ന സിസ്റ്ററാണ്. നടുവിന് ബെൽറ്റ് ഇട്ടാണ് ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നിരുന്നത്. എന്നാൽ ധ്യാനത്തിൽ ചൊവ്വാഴ്ച ദിവസം അല്ലേ, ധ്യാനത്തിൽ 2 നാൾ പിന്നിട്ടപ്പോൾ കർത്താവ് ധ്യാനത്തിനിടയിൽ വെച്ച് നടുവിൽ കെട്ടിയിരുന്ന ബെൽറ്റ് അഴിച്ച് മാറ്റി അത്ഭുത സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചു. നന്നായിട്ടൊന്ന് കൈയടിച്ച് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.